ഉള്ള ടൗൺ ഹാളിലാണ് നമ്മളിപ്പോൾ ഒരു മൈക്രോ STP സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു വർഷത്തിൽ ചുരുങ്ങിയത് 100 മുതൽ 150, 200 ഇവൻറ്റ്സൊക്കെയാണ് പ്രോഗ്രാംസ് നടക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വാട്ടറായിട്ട് ഇവിടെ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള അമൃത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു ചലഞ്ചിൽ കൂടെ അതിൽ മെയിൻ ഇതായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട കോപ്പ നെറ്റ്വർക്ക് എന്ന സ്ഥാപനമാണ് കൊല്ലം കോർപ്പറേഷന് ആവശ്യമായിട്ടുള്ള മൈക്രോ STPയുടെ സപ്പോർട്ട് കൊടുത്തിരുന്നു. ഇതൊരു ഗവൺമെൻറ് എയ്ഡഡ് പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇവിടെ നടക്കുന്ന ഇവൻറ്റ്സിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കിച്ചൺ പ്രോസസ്സിലൊക്കെ വരുന്ന ഇപ്പം അത് നമ്മൾ വാഷ് ചെയ്യുന്ന കൈയ്യടിയുന്ന വെള്ളമാകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രോസസ്സുകൾ മീൻസ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാഷ് ചെയ്യുന്ന വെള്ളമാകാം, മറ്റ് വെള്ളം, അങ്ങനെ വരുന്ന ടോട്ടൽ വേസ്റ്റ് വാട്ടർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഫിൽറ്റർ ചെയ്ത് ഇതിനെ ചെടികൾക്ക് നനയ്ക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും വണ്ടി വാഷ് ചെയ്യുന്നതൊക്കെ പോലുള്ള പർപ്പസുകൾക്ക് എടുക്കാവുന്ന രീതിയിൽ അതിനെ അത്രയും പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അതിലൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ടെക്നിക്കൽ എക്സ്പേർട്സോടുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. നമ്മൾ ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു എക്കോടെക് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഇതിനുപയോഗിക്കുന്നത് ഓർഗാനിക്കായിട്ടുള്ള നീം, തുളസി, മുരിങ്ങ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റിയാജൻറ്റ് വെച്ചാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. 2 ടാങ്കുകളിൽ 2 സെറ്റിൽമെൻറ്റ് നടത്തും. ഈ റിയാജൻറ്റ് ഉപയോഗിച്ച് നമ്മൾ 2 ടാങ്കുകളിൽ 2 സെറ്റിൽമെൻറ്റ് നടത്തി അതിന് ശേഷം നമ്മൾ സെഡിമെൻ്റ് ആൻഡ് കാർബൺ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെള്ളം പുറത്തെടുക്കും. അപ്പോൾ നല്ല ക്ലീൻ വെള്ളമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല, ഓർഗാനിക് റിയാജൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇക്കോടെക് പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിൻ്റെ പ്ലാന്റാണ് എല്ലാം ഫുള്ളി ഓട്ടോമൈസ് ചെയ്തിരിക്കുകയാണ്. ബാച്ചായിട്ട് അവിടെ വരുന്ന വെള്ളത്തിനനുസരിച്ച് ഇവിടെ പ്രോസസ്സ് ചെയ്ത് വെള്ളം പുറത്ത് വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്. ഇതാണ് 2 ഫിൽറ്റേഴ്സ്, സെഡിമെൻ്റ് ആൻഡ് കാർബൺ ഫിൽറ്റേഴ്സ്. പുറയിൽ കാണുന്ന 2 ടാങ്കുകളാണ് സെറ്റിൽമെൻറ്റ് ടാങ്ക്സ്. പിന്നെ കൺട്രോൾ പാനൽ അവിടെയുണ്ട്, എല്ലാം ഓട്ടോമൈസ് ചെയ്തിരിക്കുകയാണ്. ട്രീറ്റഡ് വെള്ളം അവിടെ കറുത്ത ടാങ്കിൽ വരും. അതിൽ നിന്ന് ഗാർഡനിലും എല്ലാം നമ്മൾ ആ വെള്ളം വരും. അതിൽ ആ ഗ്ലാസ്സിൽ നോക്കിയാൽ കാണാം അതിൻ്റെ ക്ലാരിറ്റി ഓഫ് വാട്ടർ. ഇതിൻ്റെ ശാസ്ത്രീയതായ നമ്മളൊരു ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്, ഫ്ലക്ച്വേഷൻ ആൻഡ് ഗ്രാവിറ്റി. അപ്പോൾ ഫ്ലക്ച്വേഷൻ നമ്മൾ ഇതിൻ്റെ എല്ലാ അഴുക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു കിച്ചണിൽ നിന്നോ അല്ലെങ്കിൽ സീവേജിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം കൂടി ഇങ്ങനെ അതിനകത്ത് അഴുക്കെല്ലാം കൂടെ ബോണ്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഒരു ഹെർബലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗാനിക്കായിട്ടുള്ള ഈ സൊല്യൂഷൻ വരുമ്പോൾ ഇതിൻ്റെ എല്ലാ ബോണ്ടിങ് അങ്ങ് വിടും. അപ്പോൾ ഈ ബോണ്ടിങ് വിട്ടിട്ട് സസ്പെൻഡ് ചെയ്ത് 1 മണിക്കൂറോളം സമയം കൊടുക്കുമ്പോൾ ആദ്യത്തെ ടാങ്കിൽ അത് നിൽക്കുകയും ഇത് നേരെ താഴെ വന്ന് ഈ കോണിക്കൽ സൈഡിൽ അടിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളാ പറഞ്ഞ ബോണ്ടിങ് എല്ലാം വിട്ട് എല്ലാ ഖരവസ്തുക്കളും ഇതിനകത്ത് വെള്ളത്തിൽ നിൽക്കുന്ന എല്ലാം ഇവിടെ വന്നടിക്കും. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയുമ്പം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് ഇതിൽ കൂടെ ഡോസ് ചെയ്യും. ഇതാണ് നമ്മളെ ഡോസിങ് മെഷീൻ. ഇതിനെ ഡോസ് ചെയ്ത് ഈ ടാങ്കിലോട്ട് വരും. ഇത് നീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇതിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം താഴെ പോയി. പിന്നെ ഉള്ളത് ഈക്കോളി ഇതുപോലത്തെ ബാക്ടീരിയകളാണ്. ഈ നീം നല്ലൊരു 1-ാം തരം ബാക്ടീരിയക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ 1.5 മണിക്കൂർ എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്ടീരിയ എല്ലാം നശിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഈ 2 ടാങ്കിൽ കൂടെ ഇതൊരു സാൻഡ് ഫിൽറ്ററും ഇതൊരു കാർബൺ ഫിൽറ്ററും, ഇത് രണ്ടും കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നതാണ് ആ കാണുന്നത്. 100% ആയിട്ടുള്ള ഈക്കോളി നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. റീയൂസബിൾ ആയിട്ടുള്ള വെള്ളം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ സാങ്കേതിക അകത്തെന്ത് നടക്കുന്നതാണ്. ഇത്രയാണ് ഇത് ഞങ്ങൾ മൈക്രോ STP എന്നാണ് വിളിക്കുന്നത്. ഇത് നമുക്ക് 100 ലിറ്റർ മുതൽ 5 ലക്ഷമോ 10 ലക്ഷം ലിറ്റർ വരെയുള്ള കപ്പാസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ലളിതമായി. ഇതിന് ഏറ്റവും അഡ്വാൻറ്റേജ് ഇതിനകത്ത് വലിയ മോട്ടോറുകളൊന്നുമില്ല, പമ്പ് ചെയ്യാനും വേണ്ടിയുള്ള മോട്ടോറുകളേ ഉള്ളൂ. എല്ലാം കമ്പ്യൂട്ടറാണ്. ഇത് ഒരു മാനുവൽ ഓപ്പറേഷനില്ല. ഈ റിയേജൻറ്റ് മാത്രം നിറച്ച് കൊടുത്താൽ മാത്രം മതി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റൺ ചെയ്തുകൊണ്ട്. താങ്ക് യു.